കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 2, 23 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു സാബത്ത് ദിവസം യേശു വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ പോകുകയായിരുന്നു. പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിക്കാൻ തുടങ്ങി. ഫരിസേയർ അവനോട് പറഞ്ഞു, സാബത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ ചോദിച്ചു, ദാവീദും അനുചരന്മാരും കൈവശമൊന്നുമില്ലാതെ വിശന്ന് വലഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അബിയാഥാർ പ്രധാന പുരോഹിതനായിരിക്കെ ദാവീദ് ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിക്കാൻ അനുവാദമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും കൂടെയുണ്ടായിരുന്നവർക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? അവൻ അവരോട് പറഞ്ഞു, സാബത്ത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ സാബത്തിന് വേണ്ടിയല്ല. മനുഷ്യപുത്രൻ സാബത്തിൻ്റെയും കർത്താവാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട 2 വായനകളും നമ്മുടെ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഊർജം തരുന്ന വായനകളാണ്. ആദ്യ വായന ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുന്നതാണ്. ദാവീദിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, രാജാവായി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സാവൂളിനെ ദൈവം തിരസ്കരിച്ചു. അപ്പോൾ സാവൂളിനെ തിരസ്കരിച്ചതിനെ ഓർത്തിരുന്ന് വിലപിക്കാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് പറയും, നീ എത്ര നാൾ സാവൂളിനെ ഓർത്ത് വിലപിക്കും? എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു ജസ്സയുടെ അടുത്തേക്ക്. അതിലൊരു മകനെ ഞാൻ എനിക്കായി അഭിഷേകം ചെയ്യാൻ നിന്നോട് ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് സാമുവേലിനെ അയക്കുകയാണ്. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മുടെ ഇന്നലകളിലേക്ക് നോക്കി, ഭൂതകാലത്തിലേക്ക് നോക്കി, പരാജയങ്ങളിലേക്ക് നോക്കി, നഷ്ടങ്ങളെ നോക്കി വിലപിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇന്ന് അനേകരുടെ ജീവിതത്തിൻ്റെ ഒരു മാനുഷിക വൈകാരിക പ്രവണതയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്നാൽ കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ളതും പുതിയ വഴി തുറന്നു കൊടുക്കാനുള്ള കഴിവ് ദൈവത്തിനുണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇന്നലകളുടെ അടിമത്തത്തിലും ഇന്നലകളുടെ നഷ്ടങ്ങളുടെയും സങ്കടങ്ങളുടെയും ഭൂതകാലത്തിൻ്റെ തിരസ്കരണങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും മനസ്സിനേറ്റ മുറിവുകളുടെയൊക്കെ വിലാപങ്ങളിൽ അനേകരിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് സാമൂലിൻ്റെ കർത്താവ് പറഞ്ഞു, നീ എത്ര നാൾ സാവൂളിനോർത്ത് വിലപിക്കും? ഞാൻ അവനെ തിരസ്കരിച്ചതാണ്, അവനെ തള്ളിക്കളഞ്ഞാണ്, അവൻ്റെ റോള് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു, അവനെ തിരസ്കരിച്ചതാണ് എന്ന് കരുതി ദൈവിക പദ്ധതിക്ക് ഒരു വഴി അടഞ്ഞിട്ടില്ല. പോകാൻ പറഞ്ഞു ജസ്സയുടെ അടുത്തേക്ക്. അവിടെ ജസ്സയുടെ മക്കളിൽ ഒരാളെ ഞാൻ അഭിഷേകം ചെയ്യാൻ നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞ് അയച്ചു. ഇനി അവിടെ ചെന്നപ്പോൾ എന്താ കണ്ടേ? അവിടെ ചെന്നപ്പോൾ ജസ്സ വിചാരിച്ച് നല്ല ആകാര വടിവും നല്ല ബലമുള്ള ഹോമാരൊക്കെ പിടിച്ച് ഇങ്ങനെ നിരനിരയായിട്ട് നിർത്തി 7 എണ്ണത്തിന്. അപ്പോൾ കർത്താവ് സാമുവേലിനോട് പറഞ്ഞു, നീ ഒരുത്തരം അഭിഷേകം ചെയ്യാൻ പറഞ്ഞു ഞാൻ തിരഞ്ഞെടുത്തവനെ. അപ്പോൾ ആദ്യത്തെ മകനെ കണ്ടപ്പോൾ സാമുവേൽ വിചാരിച്ചു ഇവനായിരിക്കും എന്ന് വിചാരിച്ചു. കാരണം അവന് നല്ല ആകാര വടിവും നല്ല മസിലൊക്കെ ഉണ്ട്. അവൻ ജിമ്മിലൊക്കെ പോയിക്കൊണ്ടിരുന്നവനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യാൻ ഇട്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കർത്താവ് പറഞ്ഞു, നോ, അവനല്ല. കർത്താവ് പറഞ്ഞു, അവനല്ല. എന്നിട്ട് അടുത്തൊരു വചനം കൂട്ടിച്ചേർക്കുന്നത്, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഹൃദയം പരിശോധിക്കുന്നവനാണ്. ഹൃദയത്തിലേക്കാണ് കർത്താവ് നോക്കുന്നത്. ഒരുവൻ്റെ ബാഹ്യപ്രവർത്തികളിലേക്ക് അപ്പുറമായിട്ട് ഹൃദയം പരിശോധിക്കുന്ന ഒരു ദൈവമുണ്ട്. അപ്പം അവൻ്റെ ആകാര വടിവോ അവൻ്റെ രൂപഭംഗിയോ ഒന്നുമല്ല. ഉണാളോ പത്രോസിൽ എഴുതി വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്, സ്വർണ്ണാഭരണങ്ങളോ പിന്നെ മേക്കപ്പോ ഇതൊന്നുമല്ല, പിന്നെയോ ആന്തരിക വ്യക്തിത്വം, ആത്മാവിനെ അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ് കർത്താവ് നോക്കുന്നത്. എന്ന് പറയുന്ന പോലെ കർത്താവ് പറഞ്ഞു, ബാഹ്യരൂപത്തിലല്ല കർത്താവ് ശ്രദ്ധിക്കുന്നത്, ആന്തരിക, അവൻ്റെ ഹൃദയത്തെ പരിശോധിക്കുന്നവനാണ്. സുവിശേഷത്തിൽ നമ്മളത് തന്നെ കാണുന്നത്. ഇവിടെ ഫരിസേയർ നിയമജനൊക്കെ ആ സമൂഹത്തിന് കഠിനമായ ആ നിയമാവലികൾ നൽകി
അവരുടെ സ്വാഭാവിക ജീവിതത്തെ അത്ര കണ്ട് അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് കർത്താവ് ദാവീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അപ്പസ്വലന്മാർ അല്ലെങ്കിൽ ഒരിച്ചിരി വടിയരികിലൂടെ പോയപ്പോൾ മണികൾ ഒന്ന് പറിച്ചു തന്നു. അതാണ് ചെയ്തത്. ഇത് ശാപത്തിൻ്റെ ലംഘനമാണ്. എന്താണ്? മണികൾ ഇങ്ങനെ എടുത്ത് ഇത് ഉറയ്ക്കുമ്പോൾ അതൊരു പണിയാണല്ലോ, പണി ചെയ്യാൻ പാടില്ല. അപ്പോൾ കർത്താവ് പറയാൻ ഉദ്ദേശിക്കുന്ന എന്നാ, ബാഹ്യമായ കാര്യങ്ങൾക്ക് അധികമായിട്ട് ദൈവസ്നേഹത്തിനും കാരുണ്യത്തിനൊക്കെ അല്പം കൂടി വില കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും നിയമാവലികൾക്കും അപ്പുറമായി ദൈവസ്നേഹത്തിലും കാരുണ്യത്തിലും കരുതലിലും നിന്ന് ചിന്തിക്കാൻ പറ്റുന്നവരായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ തെരഞ്ഞെടുത്ത് നിർത്തി അവസാനം ഇവരെല്ലാം കർത്താവ് പറഞ്ഞു ഇവരെല്ലാം ഞാൻ തിരസ്കരിച്ചതാണ്. അപ്പോൾ ജസ്സയോട് ചോദിക്കും ഇനി വേറെ പിള്ളേരുണ്ടോ എന്ന്. അങ്ങനെ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ജസ്സയോട് ചോദിച്ചു ഇനി വേറെ ഒരുത്തരും കൂടി ഉണ്ട്, ഒരു പീറച്ചറക്കൻ, അവനെ ആടിനെ മേയ്ക്കാൻ വിട്ടേക്കുവാന്ന് പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കർത്താവിൻ്റെ ആത്മാവ് അവനെ അഭിഷേകം ചെയ്യാൻ പ്രേരണ നൽകുന്നതും സാമൂൽ അവനെ അഭിഷേകം ചെയ്ത് ആ കൊണ്ടുവന്ന തൈലം അവൻ്റെ തലയിലേക്ക് ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്ത് ഉയർത്തുന്നതും. അപ്പോൾ മനുഷ്യൻ കാണുന്നതല്ല ദൈവം കാണുന്നത്. നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് അറിയുന്നവൻ ദൈവമാണ്. ചിലപ്പോഴെങ്കിലും ചില ബന്ധങ്ങളുടെ മുമ്പിലാണെങ്കിലും നമ്മളിങ്ങനെ ചിരിച്ചെന്ന് പറയാൻ പറ്റില്ല, ഇളിച്ചൊക്കെ നമ്മൾ കാണിക്കും. ഉള്ളിൽ ചിലപ്പോൾ നമുക്ക് അവരോട് അല്പം പോലും സ്നേഹം ഉണ്ടാകണമെന്നില്ല. ഉള്ളിൽ വെറുപ്പും വിദ്വേഷമൊക്കെ വെച്ചുകൊണ്ട് പോലും നമ്മൾ ചില ബന്ധങ്ങളിൽ ഒന്നും പറ്റാത്ത രീതിയിൽ വലിയ സ്നേഹമാണെന്ന് തോന്നുന്ന രീതിയിലൊക്കെ നമ്മൾ ഇന്ന് കൊണ്ട് നടക്കാറുണ്ട്. ഹൃദയം പരിശോധിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ഹൃദയം പരിശോധിക്കുന്നവൻ്റെ മുമ്പിൽ വിശുദ്ധിയോടും ദൈവസ്നേഹത്തിലും കാരുണ്യത്തിലും ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.